ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ബേസ് കോട്ടായിട്ട് വൈറ്റ് ആക്രിലിക് പെയിൻറ്റും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ലൈറ്റ് ഗ്രീനാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യെല്ലോ ഡാർക്ക് ഗ്രീനും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ പെയിൻറ്റ് ബോട്ടിൽ മുഴുവനായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് ഗ്രീൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ എടുത്തിട്ടുള്ളത് യെല്ലോ ആണ് കേട്ടോ. അതിലേക്ക് കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ പെയിൻറ്റ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഞാൻ ആ ബോട്ടിൽ മുഴുവനായിട്ട് ആ പെയിൻറ്റ് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളിൻ്റെ തൊലി എടുത്തിട്ടുണ്ട്, ഗാർലിക്കിൻ്റെ തൊലി. അപ്പോൾ അതിനി ഓരോ പെറ്റൽ പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ പെറ്റലിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ മുഴുവനും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാ പെറ്റൽസൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളുത്തുള്ളീൻ്റെ അല്ലികളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാവുമല്ലോ, ആ ഒരു പീസാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ ഓരോ പെറ്റലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൂ ഗണ്ണ് തന്നെ എടുത്തോളൂ കേട്ടോ. ഫെവിക്കോൾ ആകുമ്പോൾ ഒട്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഗ്ലൂ ഗണ്ണാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെറ്റൽസൊക്കെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു യെല്ലോ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ മടക്കിയെടുത്ത് ചെറിയ സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്യണം. മുഴുവനായിട്ട് കട്ട് ചെയ്യരുത്. അപ്പോൾ ഇതാ ഞാനതങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്കായിട്ട് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ക്വില്ലിംഗ് ടൂൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ സെൻറ്ററിൽ വെക്കാനുള്ള അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ആ ഓരോ പെറ്റൽസിലും ഇതുപോലെ റെഡ് കളർ വെച്ചിട്ട് ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഓപ്ഷണലാണ്, ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ യെല്ലോ കളറ് ഫ്ലവർ ഇതിൻ്റെ സെൻറ്ററിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇപ്പോൾ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി നമ്മൾ ഫ്ലവർ വേസിൽ വെക്കുകയാണെങ്കിലും നല്ല അടിപൊളിയാണ്. ഞാനിപ്പോൾ ഇവിടെ ബോട്ടിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ഫ്ലവറാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ബോട്ടിലും റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ ഫ്ലവറായിട്ട് നമുക്ക് ആ ബോട്ടിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ഫ്ലവർ കണ്ടപ്പോൾ നമ്മൾ വെളുത്തുള്ളീൻ്റെ തൊലി വെച്ചിട്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും പറയൂല കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഇതാ ഞാൻ ഇതുപോലത്തെ ഗ്രീൻ കളർ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് കുറച്ച് വള്ളികളും ഇലകളും ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ഇയർബഡും എടുത്തിട്ടുണ്ട്, വൈറ്റ് ആക്രിലിക് പെയിൻറ്റും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് ഇതുപോലെ ചെറിയ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് മത്തൻ കുരു അല്ലെങ്കിൽ വെള്ളരീൻ്റെ കുരുവൊക്കെ കഴുകി ഉണക്കിയെടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താലും മതി.
പിന്നെ ഞാൻ റെഡ് കളർ വെച്ചിട്ട് നമ്മൾ ആ വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുത്തിരുന്നതിൻ്റെ മുകളിൽ കൂടെ ചെറിയ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വൈറ്റ് ഡോട്ടിൻ്റെ പകുതി വരുന്നൊക്കെ രീതിയിലാണ് ഇപ്പോൾ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തായിട്ട് റെഡ് കളർ വെച്ചിട്ടും വൈറ്റ് കളർ വെച്ചിട്ടും ഓരോ ഡോട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ വെളുത്തുള്ളിൻ്റെ തൊലി വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു ഫ്ലവറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് നോക്കണേ. വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ഞാനിപ്പോൾ ഇതിൽ വാർണിഷ് അപ്ലൈ ചെയ്ത് കാണിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇതുപോലത്തെ സ്പ്രേ പെയിൻറ്റ് പോലെ വരുന്ന ഒരു ടൈപ്പ് വാർണിഷാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്താണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നെ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക്